കോഴിക്കോട് നഗരത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 10 ലക്ഷത്തിലധികം വിലമതിക്കുന്ന ഹാൻസും കൂൾ ലിപ്സുമാണ് പിടികൂടിയത്. ഡാൻസ് ഓഫ് സംഘം വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ, കോഴിക്കോട് നഗരത്തിൽ എവിടെ വെച്ചാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്? ഇത് എങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു? നമ്മളിപ്പോ നിൽക്കുന്നത് വെങ്ങേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘവും ഡാൻസ് ഓഫ് സംഘവും സിറ്റി ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ ചേവായ പോലീസും ഈ വാഹനത്തെ പിന്തുടർന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചുവപ്പ് വാഹനത്തിലാണ്, ഫിയറ്റ് വാഹനത്തിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇവർ ഈ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം നിർത്താതെ പോവുകയും ചെയ്തതിനെ തുടർന്നാണ് 7 കിലോമീറ്ററോളം ദൂരം ഈ വാഹനത്തെ പിന്തുടർന്നതിന് ശേഷമാണ് ഈ വാഹനം ഈ ഒരു ഒഴിഞ്ഞ പറമ്പിൽ കയറ്റിയിട്ട് ഇതിലുണ്ടായിരുന്ന ആൾ ഓടിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വളരെ സാഹസികമായാണ് ഈ സംഘം ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുകയായിരുന്ന ഇയാളെ പിടികൂടിയിട്ടുള്ളത്. പക്ഷേ ഇയാളെ പിടികൂടിയിട്ടില്ല. വാഹനം നിർത്തുന്നതിനിടെ തന്നെ അദ്ദേഹം ഇറങ്ങി ഓടി എന്നാണ് പോലീസ് സംഘം അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ പുകയില ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡാൻസ് ഓഫ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇദ്ദേഹം ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു പ്രദേശം പരിചയമുള്ള ആളാണ് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അല്പം ഊടുവഴികളിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. ആ ഒരു വഴി നോക്കുമ്പോൾ ഇദ്ദേഹം ഈ പ്രദേശത്ത് ആണോ അല്ലെങ്കിൽ ഈ പ്രദേശം നന്നായി അറിയാവുന്ന ആളാണ് എന്നാണ് സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു സൂചനയിലേക്ക് എത്താൻ കഴിയും. ഇത് വാഹനം ആരുടെ ഉടമസ്ഥയിലുള്ളതാണ് എന്നത് വൈകാതെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേ തുടർന്ന് ഈ പ്രതിയെ പിടികൂടാനും അതോ അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയോ? അല്ല, ലഹരി കടത്താൻ ശ്രമിച്ചിരുന്ന ആൾ ഈ വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നു. ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ വാഹനം അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ച് ഓടിക്കളയുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാഹനവും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും ഒക്കെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ ഇപ്പോൾ കണക്കിന് ലഹരി വസ്തുക്കളാണല്ലേ അവിടെ ഇപ്പോൾ സീസ് ചെയ്തിട്ടുള്ളത്? തീർച്ചയായും ഇപ്പോൾ ഈ ലഹരി വസ്തുക്കൾ എല്ലാം തന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ച സന്ദർഭത്തിൽ അതിന് പിടികൊടുക്കാതെ അദ്ദേഹം അതിവേഗത്തിൽ സാഹസികമായി തന്നെ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ പോലീസ് സംഘം ഇദ്ദേഹത്തെ പിന്തുടർന്ന് പിടികൂടി. പക്ഷെ അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം ഈ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഈ പ്രദേശത്ത് പരിചയമുള്ള ഏതോ ഒരാളാണോ എന്ന് പ്രാഥമികമായി ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ വഴികളെല്ലാം അദ്ദേഹത്തിന് സുപരിചിതമായി എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ കാർ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്താണ് അദ്ദേഹം ഇറങ്ങി ഓടിയത് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പ്രദേശം പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒളിക്കാനും സാധിക്കും എന്നാണ് അതുകൊണ്ടായിരിക്കും ഇവിടെ എത്തിയത് എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു പ്രദേശത്ത് സുരക്ഷിതമായി എന്ന് അദ്ദേഹം കരുതുന്ന രീതിയിലാണ് അദ്ദേഹം ഈ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന്റെ കാർ നമ്പർ പരിശോധിച്ചുകൊണ്ട് നമ്പർ പ്ലേറ്റ് വ്യാജമല്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഈ കാറിന്റെ ഉടമസ്ഥനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നഗരത്തിലാണ് വലിയ അളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുള്ളത്. 10 ലക്ഷത്തിലധികം വിലമതിക്കുന്ന ഹാൻസും കൂൾ ലിപ്സും ഒക്കെയാണ് പിടികൂടിയത്. വിശദാംശങ്ങളാണ് ടി അനീസിലെ നൽകിയത്.